ഹലോ, വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. മീഡിയം സൈസുള്ള ഒരു പൊട്ടറ്റോ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇതൊന്ന് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ചെറിയ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/3 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനിടയ്ക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒരു ചെറിയൊരു നിറത്തിന് വേണ്ടിയിട്ടാണ് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. അതിലേക്ക് ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒരു 1/2 ടീസ്പൂൺ മതി. അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഗ്രീസ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂണോ സ്പാച്ചുലയോ വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞാൽ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. 2 മിനിറ്റ് വീണ്ടും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മറ്റേ സൈഡും കൂടി കുക്ക് ചെയ്തെടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. ബൈ.